കണ്ണൂരിൽ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് മലയാളി ഇന്നുണർന്നത്. കണ്ണപുരം കീഴറയിലുണ്ടായ സ്ഫോടനത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം എന്നയാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ വീട് വാടകയ്ക്കെടുത്തിരുന്ന അനൂപ് മാലിക്കിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശരിക്കും ആരാണ് ഈ അനൂപ് മാലിക്? എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള 7 കേസുകളിൽ പ്രതി. 2016-ലും സമാന കേസ്. പൊടിക്കുണ്ടിലെ ഇരുനില വീട്ടിലായിരുന്നു അന്ന് സ്ഫോടനം. ആ സ്ഫോടനത്തിൽ 6 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. 17 വീടുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. സ്ഫോടനത്തിൽ ഒരു സ്ത്രീക്കും അവരുടെ മക്കളും ഉൾപ്പെടെ 4 പേർക്കായിരുന്നു പരിക്കേറ്റത്. ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ തുടരുകയാണ്. ആ സ്ഫോടനത്തിന് അനൂപാണ് ഉത്തരവാദിയെന്ന് പരിക്കേറ്റ യുവതിയുടെ മകൾ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ അനൂപിനെ കൂടാതെ സുഹൃത്ത് റാഹിലയും സഹായിയുമടക്കം 3 പേരായിരുന്നു പ്രതികളായത്. വർഷങ്ങൾക്കിപ്പുറം സ്പെയർ പാർട്സ് ബിസിനസ് എന്ന് പറഞ്ഞാണ് ഇയാൾ കീഴറ സ്വദേശി ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട് വാടകയ്ക്കെടുത്തിരുന്നത്. 3 പേർ ഇവിടെ താമസിക്കുമെന്നും ഇയാൾ വീട്ടുടമയോട് പറഞ്ഞിരുന്നു. ഉത്സവ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഗുണ്ട് പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അനൂപ് മാലിക് നിലവിൽ ഒളിവിലാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അയാളുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള അനൂപാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതായിട്ട് കാണുന്നത്. അയാൾ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഇപ്പം നമ്മൾക്ക് ഇല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മറ്റ് അറസ്റ്റും കൂടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയും.